മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കൂടുമാറ്റം. ഓപ്പറേഷൻ ടൈഗറുമായി ഷിൻഡെ. മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയൊരുങ്ങുന്നു. ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടത്തിന് അല്പം പഴക്കമുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ നീക്കവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. ഏക്നാഥ് ഷിൻഡെയുടെ പുതിയ നീക്കം ഉദ്ധവ് താക്കറെ വിഭാഗത്തെ അലട്ടുന്നുമുണ്ട്. താക്കറെ ക്യാമ്പിലെ 6 എംപിമാരിൽ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർ ഉടനെ തന്നെ പാർട്ടി മാറിയേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മാറ്റം സാധ്യമാക്കുന്നതിനായി ഷിൻഡെ ക്യാമ്പ് ഓപ്പറേഷൻ ടൈഗർ എന്ന് വിളിക്കുന്ന തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ആരോപണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഓപ്പറേഷൻ ടൈഗർ ഒരു ചൂടുള്ള വിഷയമാണ്. താക്കറെ വിഭാഗത്തിലെയും കോൺഗ്രസിലെയും നിരവധി നേതാക്കൾ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഉദ്ധവ് വിഭാഗത്തിലെ 6 എംപിമാർ ഉടൻ തന്നെ ഔദ്യോഗികമായി പാർട്ടി വിട്ടേക്കുമെന്നും നിരവധി വാർത്താ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ ഓപ്പറേഷൻ വിജയിച്ചു കഴിഞ്ഞാൽ ഉദ്ധവ് ക്യാമ്പിലെ 9 എംപിമാരിൽ 6 പേർ ഷിൻഡെ വിഭാഗത്തിൽ ചേരാൻ സാധ്യതയുണ്ട്. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിന് മുൻപ് ഈ മാറ്റം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഷിൻഡെയെ BJP പിന്തുണയ്ക്കുന്നതോടെ ഈ നീക്കം അവരുടെ രാഷ്ട്രീയ ശക്തി കൂടുതൽ ദൃഢപ്പെടുത്തും. രാജൻ സാൽവി വ്യാഴാഴ്ച ഷിൻഡെ പാളയത്തിലേക്ക് ചേക്കേറിയത് താക്കറെ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു. എന്നാൽ ഒരു മുതിർന്ന സേനാ നേതാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനേക്കാൾ ഷിൻഡെ ഓപ്പറേഷൻ ടൈഗർ ആരംഭിക്കുന്നു എന്നതിന്റെ സൂചന അക്ഷരാർത്ഥത്തിൽ താക്കറെ വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ വർഷം അവസാനം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ധവ് വിഭാഗത്തിൽ നിന്നും നേതാക്കളെ തന്നോടൊപ്പം ചേർക്കാനാണ് ഷിൻഡെയുടെ നീക്കം. ഷിൻഡെ നയിക്കുന്ന മഹായുതി സർക്കാർ BJPയുടെ പിന്തുണയോടെ അടുത്ത 5 വർഷത്തേക്ക് മഹാരാഷ്ട്ര ഭരിക്കാൻ ശക്തമായ നിലയിലാണ്. താക്കറെ വിഭാഗത്തോടൊപ്പം തുടർന്നു കഴിഞ്ഞാൽ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്നും പല എംപിമാരും ഭയപ്പെടുന്നു. പ്രധാന ആശങ്കകളിലൊന്ന് ഫണ്ടിലേക്കുള്ള ലഭ്യതയാണ്. ഭരണസഖ്യത്തിന് പുറത്ത് ഇത് ബുദ്ധിമുട്ടായേക്കാം. സംസ്ഥാന കേന്ദ്ര തലങ്ങളിൽ മഹായുതി അധികാരത്തിലിരിക്കുന്നതിനാൽ ഷിൻഡെയുമായി സഖ്യമുണ്ടാക്കുന്നത് രാഷ്ട്രീയമായി ഗുണകരമായ ഒരു നീക്കമായി അവർ കരുതുന്നുമുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ ജനവിധി തേടുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം അവരുടെ നിലപാട് കൂടുതൽ ഉറപ്പിച്ചു. ഇപ്പോൾ പാർട്ടി പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും കൂടാതെ ഉദ്ധവ് വിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ മറ്റൊന്നുമില്ല.